കാതെ കമ്മലും 2-3 കെട്ടും എല്ലാം ഉണ്ട്. കടയിൽ ജോലി ചെയ്യുക. 2 കാതയിലും കമ്മലുണ്ടായിരുന്നു. എന്നോട് ദൈവം പറയുവാ, നിനക്ക് വേണ്ടി അത്ഭുതം നടക്കാൻ പോവാ. ജീവിതത്തിനകത്ത് നിന്നെ കറക്കി കളയുന്ന ഒരു ആധിപത്യമുണ്ട്. ഇന്ന് രാവിലെ അടിമുടി മാറാൻ വേണ്ടി തുടങ്ങുക. നിന്റെ ജീവിതം രക്ഷപ്പെട്ടു വരുന്ന പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോവാ. കൈയൊന്നടിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ മക്കള് കൈയൊന്നടിച്ച് ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. മോനെ, ഞാൻ കണ്ടത് ഈ തലമുടി വെട്ടുന്ന കടയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കടയിൽ നീ നിൽക്കുക. ഇതാ കാണുന്നേ, ആണോ? അതെ. ഗോപിനാഥൻ ഇന്ന് രാവിലെ രക്ഷപ്പെടും. എടാ, എന്തോ കൊണ്ടുവന്നിട്ട് ഒന്നുമില്ല നിനക്ക്. സാമ്പത്തികമായിട്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നിനക്ക് പറ്റുന്നില്ല. അതാ നിന്റെ ആദ്യത്തെ ഒരു വിഷമം. 2ാമത്തെ വിഷമം നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് 2ാമതൊരു വിഷമം നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇന്ന് രാവിലെ അത് ഞാൻ നിന്നോട് പറയാൻ പോവാ. ആ 2 വിഷയത്തിനും ഇന്ന് രാവിലെ ഗോപിനാഥന് ഇവിടെ വെച്ച് പരിഹാരം കിട്ടാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ അതരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാവുന്ന എല്ലാ ആളുകളും ആദരമൊന്ന് തുറന്ന് ഒന്ന് വിളിച്ചേ. ആ നാമത്തെ യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാ ആളുകളും യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച് ആ നാമത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് രാവിലെ നിങ്ങളുടെ വീടിൽ നിന്നുള്ള പ്രശ്നം ദൈവം എടുത്തു മാറ്റും. നിന്റെ കുളന്തകളെല്ലാം രക്ഷപ്പെടും. നീ യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് മാറും. നിന്റെ ജീവിതമായിട്ട് നീ കരയുന്ന നിന്റെ കണ്ണുനീര് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന്ന് രാവിലെ ദൈവം ഏറ്റെടുക്കാൻ പോവാ. നാട്ടിൽ നിന്റെ വീട്ടിലേക്ക് ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. സാമ്പത്തിക നിലയിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കുമല്ലോ. ഹാൻസ് കയ്യിലുണ്ടോ? ഇപ്പൊ ഉണ്ടെന്ന് പോലെ ഞാൻ കാണുന്നത്. എടുത്ത ഞാനേ ഹാൻസ് കയ്യിലുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉള്ളതാ കാണുന്നേ, പോക്കറ്റിലുണ്ട്, ആളെടുത്തെങ്കിൽ തന്നു. ഇത് കുഴപ്പമൊന്നുമില്ല, ഹാൻസ് വെച്ചൊന്നും കുഴപ്പമില്ല. ഇനിയും വെക്കല്ല, ഇനിയും വേണ്ട. നിങ്ങൾ ആരും ഹാൻസ് ഉപയോഗിക്കാത്തവരാ കേട്ടോ. ഞാൻ നിങ്ങളെ ആദ്യം വിളിച്ചത് ഹാൻസ് കണ്ടോണ്ടാ വിളിച്ചേ. നിങ്ങളുടെ പോക്കറ്റിൽ ഹാൻസ് തിളങ്ങുന്ന കണ്ടോണ്ടാ നിങ്ങളെ വിളിച്ചേ. യേശു എന്നോട് പറഞ്ഞ അങ്ങനാ. ഇനി ഹാൻസ് ഉപയോഗിക്കണ്ട, വേണ്ട, ഉപയോഗിക്കരുത് ഹാൻസ്. ഇല്ലല്ലോ, നിർത്തുവല്ലേ? നിർത്തും. ഗോപിനാഥൻ നിർത്തി. ആ കൈയടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞ പിന്നെ യേശു എന്ന് പറയുന്ന ആൾ ആരാന്ന ഇന്ന് രാവിലെ ഇതിനകത്ത് വന്നിട്ടില്ലേ? അവന്റെ ശക്തിയുടെ മഹത്വം, അവന്റെ സാന്നിധ്യം, അവന്റെ കൃപ, അവന്റെ ശക്തിയെ. നിങ്ങളുടെ 3ാമത്തെ കൊച്ചന്തിയെ നേഹ, അവളെ ദൈവമുള്ള ആളായിട്ട് മാറും. 3ാമത്തെ ആള്, അവളെ കുറിച്ച് ഒരു ഭാരമുണ്ട്, അല്ലയോ? അതന്നെ പ്രശ്നം. അവളാണ് പ്രശ്നം. ഇന്ന് രാവിലെ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തമിഴ്നാട്ടിലെ ലേഖേ ദൈവം തൊടാൻ പോവാ. ഒന്ന് കൈയടിച്ച് സഭ വിളിക്ക. ഇന്ന് രാവിലെ ആ ദൈവത്തിന്റെ പദ്ധതി ആ കുടുംബത്തിലേക്ക് വ്യാപരിക്കാൻ പോവാ. യേശുവിന്റെ മഹാശക്തി കൊണ്ട്, യേശുവിന്റെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ രാവിലെ ദൈവത്തിന്റെ വിടുതൽ ആ കുടുംബത്തിലേക്ക് വ്യാപരിക്കുന്നതിന് എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകള് ആദരം തുറന്ന് നാവ് ചലിപ്പിച്ച് ഉറക്കെയൊന്ന നാമത്തെ വിളിച്ചേ. ഗോപിനാഥനെ, നേഹ ഇന്ന് മാറും. നേഹ മാറിയെന്ന് നിങ്ങളുടെ ഭാര്യ വിളിച്ച് നിങ്ങളോട് പറയും. അവിടെ മനസ്സിനെ ദൈവം മാറ്റും. അവൾ അടിമുടി മാറിപ്പോകും. നീ അധ്വാനിക്കുന്ന മുഴുവൻ പൈസയും നിനക്ക് ഉപകാരപ്പെടും. നീ രക്ഷപ്പെട്ടു വരും. നിന്റെ കുടുംബത്തിനകത്തൊരു പൊല്ലാത്ത ആവിയതയോ ഉടച്ചു കളയോ. കയ്യൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ. മോനെ, ഈ ഇടിവള വേണ്ട, ഊരി എനിക്ക് തരുമല്ലോ. ഗോപിനാഥ, നീ രക്ഷപ്പെടും.